ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു പരിപ്പറി ഉണ്ടാക്കിയാലോ? ഇതുപോലെ നമുക്ക് വെച്ച് നോക്കാം. അതിനാവശ്യമായ സാധനം, ഒരു പാത്രത്തിൽ ചട്ടയിൽ നമ്മൾ പരിപ്പ് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് തിള വന്നതിന് ഹായ്, അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല പരിപ്പറി ഉണ്ടാക്കിയാലോ? ഇതുപോലെ പരിപ്പറി ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ പരിപ്പറി ഉണ്ടാക്കി നോക്കാം. അതിൽ വേണ്ടത് ഒരു 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പരിപ്പ് കഴുകി ക്ലീനാക്കി ചട്ടിയിൽ വെച്ചു. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു തക്കാളി, പകുതി സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. ഒരു തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിത് എൻ്റെ വീട്ടിൽ സാധാരണ മുളകും മല്ലിപ്പൊടി ഒരുമിച്ചാണ് പൊടിക്കാറ്. അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് വെച്ചാൽ പകുതി മല്ലിപ്പൊടിയും പകുതി മുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. വേവുന്നവരെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് സാധാ താളിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണയിൽ കടുക്